മലയാളം യൂണിറ്റ് 2 പലഹാരപ്പൊതി. ജീവിക്കാൻ അത്യാവശ്യമായ ഒന്നാണ് ആഹാരം. അതോടൊപ്പം തന്നെ സംസ്കാരത്തിന്റെ വെളിച്ചം കൂടിയാണ് ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരം, അതിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, അങ്ങനെ 2 വിഷയങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എൻട്രി ആക്ടിവിറ്റി ഞാനല്ല എന്ന കവിതയാണ്. പേരയ്ക്ക പഴുത്തപ്പോൾ നിറം ആദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടി ചാട്ടിയതും ഞാനല്ലേ. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ. പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും നാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ, ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ. ഈ കവിത പല ഇനത്തിൽ ചൊല്ലാം. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടി ചാട്ടിയതും ഞാനല്ലേ. ഇങ്ങനെ പല ഇനം സാധ്യമാവും. അതിനുശേഷം ചിത്രവായനയായിട്ട് ഈ കവിതയെ നമുക്ക് പ്രയോജനപ്പെടുത്താം. മനോഹരമായ ഒരു വീട്, മുറ്റത്ത് ഒരു പേരമരം, മരത്തിൽ നിറയെ പേരയ്ക്കകൾ, പേരയ്ക്ക കഴിക്കുന്ന കിളികൾ, മരത്തിൽ ഒരു അണ്ണാൻ, വരിവരിയായി മരത്തിൽ കയറുന്ന ഉറുമ്പുകൾ, പൂന്തോട്ടത്തിൽ പൂക്കൾ, മരച്ചുവട്ടിൽ 2 കുട്ടികൾ, അരിമണികൾ കൊത്തി തിന്നുന്ന 2 കോഴികൾ, ഇലയിലിരിക്കുന്ന പുഴുവും വണ്ടും, ഒപ്പം തന്നെ പറക്കുന്ന പക്ഷികൾ. അങ്ങനെ മനോഹരമായ ഒരു ചിത്രമാണിത്. കവിതയുടെ ആശയം നോക്കുമ്പോൾ കുഞ്ഞേട്ടൻ ചെയ്യുന്ന പല കാര്യങ്ങളിലും പരിഭവം തോന്നുന്ന ഒരു കുട്ടിയാണ് കവിതയിലുള്ളത്. പേരയ്ക്ക പഴുത്തപ്പോൾ നിറം ആദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും പെൺകുട്ടിയാണ്. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തിയതും കൈ നീട്ടിച്ചാടിയതും ആ പെൺകുട്ടിയാണ്. നെയ്യപ്പം വെന്തപ്പോൾ നാക്ക് നുണഞ്ഞതും ഒളികണ്ണാൽ നോക്കിയതും ആ പെൺകുട്ടിയാണ്. പക്ഷേ അവസാനം പേരയ്ക്ക മുറിച്ചതും അത് കറുമുറ കഴിച്ചതും മാമ്പഴം മുറിച്ചിട്ട് കഴിച്ചതും നെയ്യപ്പം കഴിച്ചതും ഒക്കെയും പെൺകുട്ടിയല്ല, ആ കുട്ടിയുടെ ഏട്ടനാണ്. അത് ആ കുട്ടിക്ക് വിഷമമായി. അവൾ ആ പരിഭവമാണ് ഈ കവിതയിലൂടെ ചൊല്ലുന്നത്. ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താവും? പേരയ്ക്കയും മാമ്പഴവും നെയ്യപ്പവും കഴിക്കാൻ കുട്ടി ഒത്തിരി ആഗ്രഹിച്ചു. അവസാനം പേരയ്ക്കയും മാമ്പഴവും പഴുക്കാനും നെയ്യപ്പം വെന്തു വരാനും കുട്ടി കാത്തിരുന്നു. പക്ഷേ കുട്ടിയുടെ സഹോദരൻ അതെല്ലാം കഴിച്ചു. അതുകൊണ്ടാണ് ഞാനല്ല ഞാനല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ആ വിഷമമാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അത് അനുഭവക്കുറിപ്പ് എഴുതാനുള്ള അവസരം ഇവിടെ ഒരുക്കണം. പേജ് നമ്പർ 36, കയ്പും മധുരവും. അതിലൊരു ഭാഗമാണ് മുന്തിരിങ്ങ എന്നുള്ള ടോൾസ്റ്റോയ് കഥ. അത് റഷ്യൻ കഥാകാരനായ ടോൾസ്റ്റോയുടെ കഥയാണ് മുന്തിരിങ്ങ. അപ്പോൾ കഥ വായിക്കുക, കഥാപാത്രങ്ങളെ പരിചയപ്പെടുക. വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോൾ വാന്യ കരയാൻ കാരണം എന്തായിരിക്കും? വാന്യ ആരും അറിയാതൊരു മുന്തിരിങ്ങ എടുത്ത് കഴിച്ചു. വാന്യയാണ് മുന്തിരിങ്ങ എടുത്തതെന്ന് അച്ഛൻ കണ്ടുപിടിച്ചു. ആ നാണക്കേട് ഓർത്താണ് വാന്യ കരഞ്ഞത്. വളരെ ബുദ്ധിപരമായിരുന്നു അച്ഛൻ്റെ നീക്കം. അപ്പോൾ തൻ്റെ കുറ്റം പിടിക്കപ്പെട്ടു എന്നുള്ള വിഷമം കൊണ്ടാവും വാന്യ കരഞ്ഞത്. ഈ കഥയിൽ ഇഷ്ട കഥാപാത്രം കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസണും പറയുന്നുണ്ട്. എനിക്ക് മുന്തിരിങ്ങ എന്ന കഥയിൽ ഇഷ്ട കഥാപാത്രം അച്ഛനാണ്. വാന്യ പറഞ്ഞ കള്ളം ബുദ്ധിപരമായി അച്ഛൻ തെളിയിച്ചു. വാന്യയുടെ തെറ്റ് തിരുത്തി കൊടുത്തു. അത് ഒരു ശിക്ഷയും നൽകാതെ തന്നെ വളരെ കൂളായിട്ടാണ് അച്ഛൻ അത് തെളിയിച്ചത്. അതുകൊണ്ട് ഈ കഥയിലെ ഹീറോ അച്ഛനാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം വാന്യയായിരിക്കാം, അമ്മയായിരിക്കാം. അമ്മയാണെങ്കിൽ സൂക്ഷ്മമായിട്ട് ഓരോന്ന് ചെയ്യുന്ന വ്യക്തിയാണ്. മുന്തിരിങ്ങ ആണെങ്കിൽ അവർ എണ്ണി വെക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യം, അപ്പോൾ വാന്യയുടെ കാര്യം പറയുന്നുണ്ട്. വാന്യ ആദ്യം കള്ളമാണ് പറയുന്നത്, പക്ഷെ അവസാനം ആ ചെയ്ത് തെറ്റ് സമ്മതിക്കുകയാണ്. അപ്പോൾ ആരെയാണ് ഇഷ്ടമുള്ളത് അവരെക്കുറിച്ച് കുറിപ്പ് എഴുതുക. ഇപ്പം ഇവിടെ അച്ഛനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഈ സ്റ്റോറി റോൾ പ്ലേ ആയിട്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് വരുമ്പോൾ അമ്മ: മക്കളെ, ഊണിന് സമയമായി, എല്ലാവരും വന്നോളൂ, അച്ഛനെയും വിളിച്ചുകൊള്ളൂ. അച്ഛൻ: ഊണിന് കൂടെ മധുരത്തിന് മുന്തിരിയും ഉണ്ടല്ലോ. അമ്മ: മക്കളെ, നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ? ഒരെണ്ണം കുറവുണ്ടല്ലോ. മക്കൾ: ഇല്ല ഇല്ല. വാന്യ: ഇല്ല, ഞാൻ മുന്തിരിങ്ങ തിന്നില്ല. അച്ഛൻ: അപ്പോൾ ഒരു മുന്തിരിങ്ങ എവിടെ പോയി? കുട്ടികളല്ലേ, കൊതി കൊണ്ട് ഒരെണ്ണം എടുത്തെന്ന് വരും.
അതൊരു തെറ്റല്ല. പക്ഷേ ഒരു കാര്യം ഓർത്ത് പേടിയാകുന്നു. മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട്. അറിയാതെ ആരെങ്കിലും കുരു വിഴുങ്ങിയാൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും. വാന്യ: ഞാൻ കുരു തിന്നില്ല അച്ഛാ, അത് ജനലിലൂടെ പുറത്തേക്ക് കളഞ്ഞു. അച്ഛൻ: ഒരിക്കലും കള്ളം പറയരുത് കേട്ടോ. അപ്പോൾ ഇത് ആ സ്റ്റോറി വെച്ചിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. ഇതിനെ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതുക, റോൾ പ്ലേ ആയിട്ട് ക്ലാസ്സിൽ ചെയ്യുക. മുന്തിരിങ്ങ കട്ട് തിന്ന ദിവസം ഉള്ള ഡയറി, വാനിയുടെ ഡയറി എഴുതാൻ ചോദിക്കുന്ന ടെക്സ്റ്റിൽ ഇതൊരു അടുത്ത ഡിസ്കോഴ്സ് ആണ്. അച്ഛനാണ് എൻ്റെ ഹീറോ. കൊതി വരുത്തുന്ന വിനയുടെ കാര്യം പറയാനില്ല. ഉരുണ്ട് തുടുത്ത് കുട്ടപ്പനായി മുന്തിരിയെ തലോടിയപ്പോ ഓർത്തില്ലല്ലോ അവനിങ്ങനെ പറ്റിക്കുമെന്ന്. എന്ത് നല്ല മണമായിരുന്നു. വായിൽ വെള്ളമിറക്കിയപ്പോഴൊന്നും ഓർത്തില്ലല്ലോ കണ്ണിലിങ്ങനെ വെള്ളം വരുമെന്ന്. എന്നാലും എൻ്റെ അമ്മ എത്ര നല്ലൊരു പോലീസാ. പക്ഷെ ഇന്നത്തെ ഹീറോ അച്ഛൻ തന്നെ. എന്താ അച്ഛൻ്റെ ഒരു കൗശലം. സമ്മതിച്ചു, എന്നെ പേടിപ്പിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്തില്ലേ. എൻ്റെ കള്ളത്തരം എത്ര പെട്ടെന്നാ പൊളിഞ്ഞത്. എന്നാലും എനിക്ക് പറ്റിയൊരു അമളിയേ. അയ്യോ, ഇത് ഹാൻഡ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ടീച്ചേഴ്സ് വേർഷനാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് സ്റ്റോറി മനസ്സിലാക്കി ഡയറി സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് എടുക്കുക. നെക്സ്റ്റ് ഡയറി: ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അമ്മ ആദ്യമായാണ് മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ട് വന്നത്. തിന്നാൻ തരാതിരുന്നപ്പോൾ അമ്മയോട് ഞങ്ങൾ ദേഷ്യപ്പെട്ടു. പൊതി തുറന്ന് അമ്മ മുന്തിരിക്കുല എടുത്ത് വെള്ളത്തിലിട്ടു കഴുകുമ്പോൾ ഞാൻ അത് ഒളിച്ചു നിന്ന് കണ്ടു. കുലയിൽ നിന്നും ഓരോരോ മുന്തിരിങ്ങ എടുത്ത് പിഞ്ഞാണത്തിൽ വെക്കുന്നത് കണ്ടപ്പോൾ വായിൽ വെള്ളം വന്നു. എന്ത് രസം അത് കാണാൻ. കറുത്തിരുണ്ട് മെഴുമഴയുള്ള ഒരു മുന്തിരി കണ്ടപ്പോൾ കൊതിയായി. ഒരു മുന്തിരിങ്ങയ്ക്ക് വേണ്ടി കെഞ്ചിയപ്പോൾ അമ്മ ഭക്ഷണത്തിന് ശേഷമേ തരുമെന്ന് പറഞ്ഞു. എനിക്ക് സങ്കടം സഹിച്ചില്ല. മുന്തിരിങ്ങ കഴുകി വെച്ച പ്ലേറ്റ് ഊൺമേശയിൽ വെച്ച് അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ മെല്ലെ അതിനടുത്തേക്ക് ചെന്നു. ഹോ, മേശപ്പുറത്തെ പ്ലേറ്റിലിരുന്ന് മുന്തിരിങ്ങ എന്നെ മാടി വിളിച്ചു. സഹിച്ചില്ല. ഒരു മുന്തിരിങ്ങ എടുത്ത് വേഗം തിന്നു. ഹായ്, എന്തു മധുരമായിരുന്നു അത്. ആരും കണ്ടില്ലെന്ന വിശ്വാസത്തിലാണ് അപ്പോൾ അത് തിന്നത്. പാത്രത്തിൽ ഒരു മുന്തിരിങ്ങ കുറവാണെന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് അത് എണ്ണിയാണ് വെച്ചിരുന്നതെന്ന് അറിഞ്ഞത്. മുന്തിരിങ്ങയിലെ കുരു തിന്നാൽ മരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. പേടിച്ചാണ് കുരു തുപ്പിക്കളഞ്ഞിരുന്നെന്ന് പറഞ്ഞത്. അതാണ് എൻ്റെ കള്ളത്തരം പിടിക്കാൻ കാരണമായത്. അതോടെ എനിക്ക് സഹിക്കാനായില്ല. പൊട്ടി കരഞ്ഞു. മുന്തിരിങ്ങയുടെ മധുരം കയ്പായി മാറി. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരൊക്കെ എത്രേ. നാണം കെട്ടുമടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി, നാരങ്ങയത്രേ. പട്ടുകൂമ്പാളക്കോണമുടുത്തു, പ്ലാവില പൊൻകിരീടവും വച്ചു, പയ്യെ തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. മാമൂനിന്നെന്തു കൂട്ടി നീ പെണ്ണെ, മീ ചുട്ടതാണ് അമ്മച്ചി തന്നെ. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു, മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണെ. മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. ഭക്ഷണം വിഷയമാവുന്ന ഒരു കവിതയാണിത്. KC ഫ്രാൻസിസ് എഴുതിയിട്ടുള്ള കവിതയാണ്. കവിതയുടെ ആശയം: ഒരു കൊച്ചുകുട്ടിയാണ് മേരി. മേരിയോട് വീട്ടുകാർ പേര് ചോദിച്ചു. അവൾ പറഞ്ഞു പേരയ്ക്ക. നാടെന്താണ്? നാരങ്ങ. നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു റാണിയെപ്പോലെ മേരി. ആ വരവ് കണ്ട് കൈകൊണ്ട് മുഖം മറച്ച് അപ്പച്ചൻ പൊട്ടിച്ചിരിക്കും. അമ്മ വാരിയെടുക്കും. എല്ലാവരും കുട്ടിയുടെ സംസാരം കേൾക്കാൻ ഓരോ ചോദ്യം ചോദിക്കും. മാമുണ്ണാൻ എന്തു കൂട്ടി? മീമി ചുട്ടത്. നീ അതിൽ എന്തൊക്കെ തിന്നു? മുള്ളു മാത്രം തുപ്പിക്കളഞ്ഞു. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരമായിട്ട് മാറും. മാന്തളിന് ഒരു കണ്ണല്ലേ ഉള്ളൂ, അവൾ കൊഞ്ചും. പണ്ടൊക്കെ കൊച്ചു കുട്ടികളോട് പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവർ പേരയ്ക്കെന്ന് പറയും. നാട് ഏതാന്ന് ചോദിക്കുമ്പോൾ നാരങ്ങയെന്ന് പറയും. അങ്ങനെ പറയായിരുന്നു. കുഞ്ഞുങ്ങളുടെ സംസാരം എപ്പോഴും ക്യൂട്ടാണ്. അപ്പോൾ അത് കേൾക്കാനായിട്ട് തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവരവരുടേതായ രീതിയിൽ ഉത്തരങ്ങൾ പറയാറുമുണ്ട് കൊഞ്ചിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യോത്തര കവിതയാണിത്. അപ്പോൾ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വീട്ടുകാരാണ്. കുഞ്ഞിൻ്റെ പേര് മേരി എന്നാണ്. അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സിനെ കുറിച്ചും കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ കവിത വായിക്കുക. നാരങ്ങനാട്ടിലെ കൊച്ചു റാണിയുടെ ചിത്രം വരയ്ക്കാൻ ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വാക്കുകൾ പുതിയതായിട്ട് കുറേ ഇതിലുണ്ട്. തോൽക്കില്ല ഞാൻ എന്ന കവിത ഒരു ചോദ്യോത്തര കവിതയാണ്. വേറൊരു എക്സാമ്പിൾ: ആരാത്?
ഞാൻ തന്നെ. എന്തിനു വന്നു? എഴുത്തും കൊണ്ട്. എന്തെഴുത്ത്? തലയിലെഴുത്ത്. എന്തു തല? മൊട്ടത്തല. എന്തു മുട്ട? കോഴിമുട്ട. എന്തു കോഴി? പൂവൻ കോഴി. എന്തു പൂവ്? റോസാപ്പൂവ്. എന്ത് റോസ്? കാട്ടുറോസ്. എന്ത് കാട്? പട്ടിക്കാട്. എന്ത് പട്ടി? പേപ്പട്ടി. എന്തു പേ? പെപ്പരപ്പേ. ഇതിനെ ചോദ്യോത്തരപ്പാട്ടെന്ന് പേരിടാൻ കാരണം എന്തായിരിക്കും? ചോദ്യം ഒരാൾ ചോദിക്കുന്നു, അതിന്റെ ഉത്തരം എന്നുള്ള രീതിയിലാണ് കവിത മുന്നോട്ട് പോകുന്നത്. കവിതയിൽ ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ഉത്തരം പറയുന്നത് ആരാണ്? കൊച്ചുറാണി ആരാണ്? അവളുടെ വേഷവിധാനം എങ്ങനെയൊക്കെയാണ്? റാണി എന്ത് ചെയ്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്? ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷം തമ്മിൽ വ്യത്യാസമുണ്ടോ? കൊച്ചുറാണി വരുമ്പോൾ വീട്ടിലുള്ളവരെന്താ ചെയ്യുന്നത്? ഭക്ഷണത്തെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് കൊച്ചുറാണി പറയുന്നത്? ആ മീൻ മരത്തിന്റെ ചിത്രത്തിന് ചേരുന്ന വരികൾ പാടത്തുനിന്ന് കണ്ടെത്തുക. മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെ? ഇതൊക്കെയും ക്ലാസ്സിൽ ചർച്ചയാവേണ്ട വിഷയങ്ങളാണ്. അതിന്റെ ഉത്തരം ബുക്കിലും ഉണ്ടാവണം. കഥയിലെ കുട്ടിയുടെ പേരെന്താണ്? മേരി. മേരിയോട് ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? വീട്ടുകാർ. കൊച്ചുറാണി ആരാണ്? മേരി. ആ നാടിന്റെ പേരെന്താണെന്നാണ് കുട്ടി പറയുന്നത്? നാരങ്ങ. കുട്ടിയുടെ വേഷവിധാനം എങ്ങനെയാണ്? കവുങ്ങിന്റെ പൂങ്കലെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോളയുടുത്ത് പ്ലാവില കിരീടവുമാണ് അവളുടെ വേഷം. കവിതയിലെ റാണിയും ചിത്രത്തിലെ റാണിയും തമ്മിലുള്ള വ്യത്യാസം. കവിതയിലെ റാണിക്ക് കവുങ്ങിന്റെ പോളയും പ്ലാവില കിരീടവുമാണ് വേഷം. ചിത്രത്തിലെ റാണിക്ക് തിളങ്ങുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും കിരീടമായൊരു ഇലയും ഉണ്ട്. മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെങ്ങനെ? രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടുപേരും അവരുടെ സംസാര ശൈലി കൊണ്ട് സാഹചര്യത്തെ അതിജീവിച്ചവരാണ്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. വാന്യ ആദ്യം കളവ് പറയുന്നു, പിന്നീട് മുന്തിരിങ്ങ തിന്നു എന്ന സത്യം പറയുന്നു. അതായത് അവൾ പറയുന്ന ജനലിലൂടെ കുരു മാത്രമേ പുറത്തേക്ക് കളഞ്ഞുള്ളൂ എന്നാണ്. മുന്തിരിങ്ങ കഴിച്ചു എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. മേരി കഴിച്ച മാന്തൽ മുളയ്ക്കില്ല, അതിന് ഒരു കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്ദർഭത്തെ അതിജീവിക്കുന്നു. രണ്ടുപേരും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഉത്തരം പറയുന്നത്. അത് അവരുടേതായ സ്റ്റൈലാണ്. കരം എന്ന വാക്കിന്റെ രണ്ട് വ്യത്യസ്ത മീനിങ് ആണ് ഇവിടെ വരിക. ഒരർത്ഥം കൈ എന്നാണ്, വേറൊരർത്ഥം രശ്മി. ആ രശ്മി എന്ന് പറയുന്ന സന്ദർഭം എന്ന് പറയുന്നത് എണീറ്റ ഉടനെ അവൾ കിളിവാതിൽ തള്ളി തുറന്നു. അത്ഭുതം, സൂര്യന്റെ കരങ്ങൾ അവളെ തൊട്ട് തലോടി. ഇവിടെ കരം എന്ന് പറഞ്ഞാൽ രശ്മി. ടെക്സ്റ്റ് ബുക്കിൽ വേർഡ് മീനിങ്സ് നൽകിയിട്ടുണ്ട്. കൂമ്പാള, കവുങ്ങിന്റെ പൂങ്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോള. കോണം, നമ്മുടെ നിക്കറാണ് ഉദ്ദേശിക്കുന്നത്, ട്രൗസർ. പയ്യെ പയ്യെ, പതുക്കെ പതുക്കെ. മടല്, തെങ്ങിന്റെ ഓലയുടെ തണ്ട്. പൈക്കിടാവ്, പശുക്കുട്ടി. വിശ്വപ്രസിദ്ധം, ലോകത്താകെ അറിയപ്പെടുന്നത്. കരം, കൈ. കിനാവ്, സ്വപ്നം. പൊന്നാനി ചന്തയിലെ അപ്പവാണിഭത്തിന് പോകുന്ന രണ്ട് ഉറുമ്പുകളുടെ രസകരമായ കഥയാണ് വിജയൻ കോതമ്പത്ത് എഴുതിയ അപ്പാണ്യത്തിന് പോയ പലഹാരക്കൊതിയന്മാർ. ഇതിൽ ചെറിയൊരു ഭാഗമാണ് പലഹാരക്കൊതിയന്മാർ. ഇതിൽ ഒരുപാട് ഫുഡ് ഐറ്റംസിന്റെ പേര് വരുന്നുണ്ട്. കുട്ടികൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഫുഡാണ് ഇതിൽ മെയിൻ വിഷയം എന്ന് പറയുന്നത്. ഇതിൽ അറിയില്ലാത്ത വാക്കെന്ന് പറയുമ്പോൾ അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പ കച്ചവടം എന്നാണ്. വാണിഭം, കച്ചവടം. അങ്ങാടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. ടെക്സ്റ്റിൽ ധാരാളം പലഹാരങ്ങളുടെ പേര് പറയുന്നുണ്ട്, അവ എഴുതുക. പിന്നീട് നമ്മുടെ നാട്ടിലായിട്ടുള്ള നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പലഹാരം, ഇടിയപ്പം, ദോശ, പത്തിരി, പാലപ്പം, ഉപ്പുമാവ്, പുട്ട്, ലഡു, ജിലേബി, അട, ഉഴുന്നുവട, അങ്ങനെ ഒരുപാട് എണ്ണത്തിന് പേരുടെ ലിസ്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട പലഹാരം കുരിപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രഭാത ഭക്ഷണമാണ് പുട്ട്. നനച്ച അരിപ്പൊടി ആവിയിൽ പുഴുങ്ങിയാണ് പുട്ടുണ്ടാക്കുന്നത്. ഗോതമ്പ്, റവ, റാഗി ഇവ കൊണ്ടും പുട്ടുണ്ടാക്കും. എല്ലാ കറികൾക്കുമൊപ്പം പുട്ട് ചേരും. പഴവും ചേർത്ത് കഴിക്കാം. പുട്ടുകുറ്റിയിൽ വേവിക്കുന്ന പുട്ട്, ചിരട്ടപ്പുട്ട് ഇവയുണ്ട്. ചക്കപ്പുട്ട്, ഇറച്ചിപ്പുട്ട് തുടങ്ങി ഇഷ്ടമുള്ളവ തേങ്ങയ്ക്ക് പകരം ചേർക്കാം.
അങ്ങനെ പുട്ടുണ്ടാക്കാം. കുട്ടികൾക്ക് ചിലർക്ക് പുട്ട് ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അവയെക്കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പ് അതിൻ്റെ ആ ഫുഡിൻ്റെ ഗുണങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കാം. നെക്സ്റ്റ് പോർഷൻ പലഹാര പാട്ടുകൾ എന്നുള്ളതാണ്. ആഹാരം വിഷയമായി വരുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറിലെ ചെമ്പാവ് പുന്നലിൻ ചോറ്, ഒപ്പം തന്നെ അയല വറുത്തതുണ്ട് ആ പാട്ട്, പിന്നെ കമ്മത്തിലെ ദോശ നല്ലൊരു ദോശ വേണോ, ഇങ്ങനെ ധാരാളം സിനിമാ ഗാനങ്ങളും അല്ലാതെയുള്ള കവിതകളും ഒക്കെ ഉണ്ട്. അവ ശേഖരിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടാം. കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ആഹാരം തീമായിട്ട് വരുന്ന വേറൊരു കുട്ടി കവിതയാണ്. ശുചികരമാകണം ആഹാരം, രുചികരമാകണം ആഹാരം, പോഷകമാകണം ആഹാരം, ആഹാരത്തിന് മുമ്പേ നാം കയ്യും വായും കഴുകണം, ആഹാരത്തിന് പിമ്പും നാം വായു കഴുകിയിടാൻ മറക്കരുതേ, ശുചിത്വമില്ലാതായെന്നാൽ രോഗം നമ്മെ പിടികൂടും, ശുചിത്വശീലം പാലിച്ചാൽ രോഗം പമ്പ കടന്നിടും. സിപ്പി പള്ളിപ്പുറം എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് ഇത്. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള വേറൊരു ആക്ടിവിറ്റിയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അതിനായിട്ട് പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പാണ്യം പലഹാര പ്രദർശനം ജൂലൈ 23 ബുധൻ സ്കൂൾ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇതുപോലെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട്. അപ്പോൾ ഡേറ്റ് വേണം, വെന്യൂ വേണം, ഒരു പേരുണ്ടാവണം, വിഷയങ്ങൾ ഉണ്ടാവണം, എല്ലാവരെയും വെൽക്കം ചെയ്യണം. അങ്ങനെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കാം. പിന്നെ ഇനാഗുറേഷൻ ചെയ്യുന്ന ആളുടെ പേര് അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. പലഹാരപ്പണി പാചകക്കുറിപ്പ്. കോഴിമുട്ടയുടെ മഞ്ഞക്കരി മാത്രം എടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചസാര പാവിലൊഴിച്ച് അലിയിച്ചലിയിച്ചാണ് മുട്ടമാല ഉണ്ടാക്കുന്നത്. ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു കുറിപ്പാണ്. ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഏതാണ് അതിൻ്റെ ഒരു പാചകക്കുറിപ്പ് തയ്യാറാക്കി കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെടാം. മുട്ടയുടെ വെള്ളക്കരു പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മുട്ടസുർക്ക. ടെക്സ്റ്റിൽ ഒരുപാട് ഫുഡ് ഐറ്റംസിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് കേട്ടു പരിചയമുള്ളതും ഇല്ലാത്തതും അവയുടെ പേരെഴുതാം. അതിനുശേഷം അവയെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അക്ഷരമാലാ ക്രമത്തിൽ ലിസ്റ്റ് ചെയ്യാം. പലഹാരം തീമായി വരുന്ന പഴഞ്ചൊല്ലുകൾ. അന്നവിചാരം മുന്നവിചാരം, പിന്നെ വിചാരം കാര്യവിചാരം, അന്നബലം പ്രാണബലം, എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം, ഞാറുറച്ചാൽ ചോറുറച്ചു, അത്താഴം അത്തിപ്പഴത്തോളം. പാചകക്കുറിപ്പ് എഴുതാനുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഇത് തന്നിരിക്കുന്ന മത്തങ്ങ എരിശ്ശേരിയുടേതാണ്. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പാചകക്കുറിപ്പ് തയ്യാറാക്കട്ടെ. പലഹാരങ്ങളെക്കുറിച്ച് വളരെ രസകരമായിട്ട് വിവരിക്കാനുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ ജിലേബി, എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിന്റെ വായിലൊരു കപ്പൽ ഓടിക്കാം അല്ലേ? എടാ കൊതിയ, എന്നെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നോക്കൂ, എന്നെ കാണാൻ തന്നെ എന്തൊരു ചന്തമാണ്, ചൊകചൊകാന്നങ്ങനെ. ഞങ്ങളിൽ ചിലർക്ക് മഞ്ഞ നിറത്തിലാണ്, മറ്റു ചിലരാവട്ടെ തനി വെള്ളയും. മൈദയും പഞ്ചാരപ്പാവും ചേർന്നതാണ് എൻ്റെ ശരീരം. തിന്നാലും തിന്നാലും മതിയാവില്ല. എന്താ രുചി, എന്നെ തിന്നു നോക്കൂ. ഇതിപ്പോൾ ജിലേബിയുടെയാണ്. കുട്ടികൾക്ക് ഏത് ഐറ്റം വേണമെങ്കിലും എഴുതാം. അതിൻ്റെ ഗുണങ്ങളും എഴുതാം, ദോഷങ്ങളും എഴുതാം. അങ്ങനെ മനോഹരമായ കുറിപ്പ് അവർ തയ്യാറാക്കട്ടെ. പദക്കൂട്ടുകൾ. പറഞ്ഞു പറഞ്ഞ്, കരഞ്ഞു കരഞ്ഞ്, ഓടി ഓടി, ചാടി ചാടി, ചിരിച്ചു ചിരിച്ച്, കണ്ടു കണ്ട്, കൂടെ കൂടെ, ഒരുപാട് ഒരുപാട്, ഓർത്തോർത്ത്. അതായത് ഒരു വാക്ക് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ കരഞ്ഞു കരഞ്ഞ്, അതായത് ഒരുപാട് കരഞ്ഞു എന്നുള്ള മീനിങ് കിട്ടും. ഓടി ഓടി, ധാരാളം ഓടി. അപ്പോൾ എന്താണോ ആ ഒരു വാക്ക് അത് കൂടുതലായിട്ട് ചെയ്തു എന്നുള്ള മീനിങ് വരാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കൂടുതൽ വാക്കുകൾ കണ്ടെത്തുക. നെക്സ്റ്റ് പോർഷൻ മഴത്തുള്ളി പിണക്കം, പേജ് നമ്പർ 46. മാലിന്യ സംസ്കരണ വിഷയമായിട്ട് വരുന്ന ഭാഗമാണിത്.
കാലവർഷത്തിന്റെ എഴുന്നള്ളത്ത് എന്ന ഭാഗത്തിൽ സായാഹ്നം, വൈകുന്നേരം. തെന്മല മരങ്ങൾ, തെന്മലയിലെ മരങ്ങൾ, ഒലുമ്പുക, കുലുക്കുക. കവിയായ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഇതിൽ നിന്നെടുത്ത ഭാഗമാണ് കാലവർഷത്തിന്റെ എഴുന്നള്ളത്ത്. മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പേജ് നമ്പർ 46. ചിത്രവായന. മഴക്കാലമാണ്. മരങ്ങൾ കാറ്റിൽ ആടിയുലയുന്നു. ആകാശം മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. റോഡിൽ നിറയെ വെള്ളം. ആളുകൾ കുടയുമായി പോകുന്നു. മഴവെള്ളത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴുകി നടക്കുന്നു. വാഹനങ്ങൾ റോഡിലൂടെ പോകുന്നു. അപ്പൊ മഴക്കാലത്ത് നമ്മൾ ധാരാളമായി കാണുന്ന കാര്യമാണ് നദികളും പുഴകളും ഒക്കെ മാലിന്യം കൊണ്ട് നിറയുന്നത്, പ്ലാസ്റ്റിക് വന്ന് അടിയുന്നത്. അപ്പൊ ക്ലാസ്സിൽ ആ ഒരു രീതിയിലുള്ള ചർച്ച ഉണ്ടാവണം. ഒപ്പം പാഠഭാഗം നന്നായിട്ട് വായിക്കുക. മനുഷ്യർ ഭൂമിയെ എങ്ങനെ വൃത്തികേടാക്കുന്നു, അവസാനം നമുക്ക് തന്നെ ലഭിക്കുന്ന തിരിച്ചടികൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇവയൊക്കെയും ക്ലാസ്സിൽ ചർച്ചയാവണം. ഇടവഴികളും തോടുകളുമെല്ലാം മഴവെള്ളത്തിന് സ്വതന്ത്രമായി ഒഴുകാനുള്ള വഴികളാണ്. മനുഷ്യർ അവിടെയെല്ലാം മാലിന്യങ്ങൾ നിറച്ച് മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു. മാലിന്യം മഴത്തുള്ളിയെ മലിനമാക്കുന്നു. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ. അപ്പോൾ പ്രകൃതി അവസാനം ദുരന്തങ്ങളായിട്ട് നമുക്ക് നൽകുന്ന തിരിച്ചടികൾ. അപ്പോൾ ഇവ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്? നിർത്താതെ പെയ്യുന്ന മഴ അല്ലെങ്കിൽ കനത്ത വേനൽ, ഇതൊക്കെ എങ്ങനെയാവും ഉണ്ടാവുക? നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ തിരുത്തേണ്ടിയിരിക്കുന്നു? ഇവയൊക്കെയും ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യുക. പേജ് നമ്പർ 47. മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ. വൃത്തികെട്ട മനുഷ്യർ, വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി. ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം. മഴത്തുള്ളി എന്തിനാണ് പിണങ്ങിയത്? മനുഷ്യർ മാലിന്യങ്ങൾ കൊണ്ട് ഭൂമിയെ വൃത്തികേടാക്കി. വായു, ജലം, കാട്, പരിസരം, മണ്ണ് എല്ലാം മലിനമാക്കി. അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ സാധാരണമായി. അതൊക്കെ കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത്. പാഠഭാഗത്ത് പറയുന്ന കാഴ്ചകൾ: കാറ്റത്തുലയുന്ന മരങ്ങൾ, മേഘങ്ങൾക്കിടയിൽ മറഞ്ഞ സൂര്യൻ, വലിയ മുത്തുപൊഴിയും പോലെ മഴത്തുള്ളികൾ, ശക്തമായ കാറ്റ്, ഇടിയുടെ ശബ്ദം, റോഡിലൂടെ കലങ്ങിയ വെള്ളം ഒഴുകുന്നു, മഴവെള്ളത്തിൽ തലയാട്ടുന്ന വള്ളിച്ചെടികൾ, വെള്ളം ശക്തമായി ഒഴുകുന്ന കറുത്ത പാത. ഇന്നിന്റെ കാഴ്ചകൾ എന്നുള്ള ചിത്രം നോക്കി അതിനെക്കുറിച്ച് എഴുതാനുണ്ട്. മാലിന്യം കൂമ്പാരമായിട്ട് കിടക്കുന്നു. ചിലർ മാലിന്യങ്ങളെ തരംതിരിച്ച് ശേഖരിക്കുന്നു. ഭൂമിയെ വൃത്തിയാക്കുന്നവരാണവർ. അപ്പോൾ ഹരിതകർമ്മസേന എന്നുള്ള കാര്യം ഇവിടെയാണ് ചർച്ചയിൽ വരേണ്ടത്. അവരെക്കുറിച്ച് ചോദിക്കാം. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ചിത്രമാണിത്. അത് എവിടെ നിന്ന് കൊണ്ടുവന്നാവും? വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന്. നിങ്ങളുടെ വീട്ടിൽ ഒരു മാസത്തിൽ എന്തൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്? അത് കുട്ടികളോട് എഴുതാൻ ആവശ്യപ്പെടാം. അപ്പോൾ 100 വീടുകളിൽ നിന്നപ്പോൾ എന്തേരം മാലിന്യങ്ങൾ ഉണ്ടാവും? ഇതൊക്കെ ചുറ്റുപാടിലേക്ക് വലിച്ചെറിഞ്ഞാൽ എന്താവും നമ്മുടെ ഭൂമിയുടെ അവസ്ഥ? ആരാണ് ഇതൊക്കെ ശേഖരിക്കുന്നത്? ഇത് ഹരിതകർമ്മസേനയാണ്. അവർ വീട്ടിൽ വരാറുണ്ടോ? അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഏതൊക്കെ ടൈപ്പാണ്? അതുകൊണ്ട് ഭൂമിക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ഇതൊക്കെ ചർച്ച ചെയ്യുക. നമ്മുടെ ഭൂമിയെ പച്ച പിടിപ്പിക്കുന്നവരാണ്. ആ മീനിങ്ങിൽ വെച്ചിട്ടാണ് ഹരിതകർമ്മസേന എന്ന് പേരിട്ടത്. ഒരു ഹരിതകർമ്മസേനാംഗത്തിന് സ്കൂളിൽ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിക്കുക, ഇന്റർവ്യൂ നടത്താനായിട്ട് ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി 2017 ഒക്ടോബർ മാസത്തിലാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേന രൂപീകരണം നടന്നത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ വാങ്ങി അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോകുന്നു. ഈ മാലിന്യങ്ങൾ പുനരുപയോഗിക്കുന്നു. പരിസ്ഥിതി മലിനീകരണം കുറയുന്നു. ഇത് വളരെ ചെറിയൊരു കുറിപ്പാണ്. അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യുക. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്ലാസ്റ്റിക് മാത്രമാണോ ശേഖരിക്കുന്നത്? ഈ മേഖലയിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ എല്ലാവരും യൂസർ ഫീ തരാറുണ്ടോ? എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ? ഇതൊക്കെ ചോദിക്കുക. നെക്സ്റ്റ്, മൈനക്കൊരു കത്തെന്നുള്ള ഭാഗത്തിൽ ഏതെങ്കിലും ഒരു വസ്തു, അതിൻ്റെ ഒരു കത്തെഴുതാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഉപേക്ഷിച്ച ഒരു കളിപ്പാട്ടം ആ കുട്ടിക്ക് എഴുതുന്ന കത്താണ്. പ്രിയപ്പെട്ട അമ്മുവിന്, ഞാൻ നിന്റെ പ്രിയപ്പെട്ട ടോയ് കാർ. നിനക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ടയർ ഇളകിപ്പോയപ്പോൾ നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞു. മഴയത്തൊഴുകി ഞാൻ പുഴയിലെത്തി. അവിടെ നിന്ന് ഒഴുകി കായലിലും പിന്നെ കടലിലും എത്തി. എന്നെ ഒരു വലിയ മീൻ വിഴുങ്ങി. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ മീൻ മരിക്കാറായ അവസ്ഥയിലാണ്. ആരാണ് ഇതിന് കാരണം? അമ്മു ചെയ്ത തെറ്റുകൊണ്ട് ഒരു പാവമീൻ അപകടത്തിലായി. ഇനി ആരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് എറിയരുത്. ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണം. ഭൂമിയെ സ്വർഗമാക്കണം. സ്നേഹത്തോടെ ഉപേക്ഷിച്ച കളിപ്പാട്ടം.
അപ്പോൾ ഒരു കത്തിന്റെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുക. അപ്പോൾ പ്ലേസ് വേണം, ഡേറ്റ് വേണം, പിന്നീട് ഒരു സല്യൂട്ടേഷൻ വേണം, കണ്ടന്റ് വേണം, അവസാനം ഒരു സ്നേഹത്തോടെ എന്നുള്ള ഒരു വൈൻഡപ്പും വേണം. ഈ കാര്യങ്ങൾ ചെയ്ത് കത്ത് തയ്യാറാക്കുക. ഹരിതകർമ്മസേന എന്തെല്ലാം ശേഖരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചില്ലു മാലിന്യങ്ങൾ, ഇലക്ട്രോണിക് വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ട്യൂബ് ലൈറ്റിന്റെ വേസ്റ്റ് ഉണ്ടാവും, CFL, ബാറ്ററി, അതൊക്കെയും. പിന്നെ തുണി മാലിന്യങ്ങൾ, പഴയ ബാഗ്, ചെരുപ്പ്, തെർമോക്കോൾ, മരുന്ന് സ്ട്രിപ്പുകൾ, പിന്നീട് അവരുടെ യൂസർ ഫീ നൽകുന്ന ആ കാർഡിൻ്റെ അകത്ത് പേപ്പർ, അതുപോലെ തന്നെ വേറെ ഐറ്റംസിനൊക്കെ പേര് പറയുന്നുണ്ട്. പക്ഷേ ഇവർ നമ്മുടെ ഇവിടെ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൂടുതലും കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇവരിടയ്ക്ക് ഇത് മറ്റു വേസ്റ്റുകൾ ശേഖരിക്കാനായിട്ട് ക്യാമ്പ് പോലെ വെക്കാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഒക്കെയും എഴുതുക. വിമല വിദ്യാലയം നിയമാവലി. ഫുഡിന്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആരും ഭക്ഷണം പാഴാക്കരുത്. ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം വാങ്ങുക. ആവശ്യമെങ്കിൽ രണ്ടാമത് വാങ്ങുക. ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത്. അതിനായിട്ടുള്ള ബെന്നിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഓരോ വറ്റും പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ളൊരു നിയമാവലിയാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. മാലിന്യ സംസ്കരണം നിയമാവലി. മാലിന്യങ്ങൾ വേസ്റ്റ് ബോക്സിൽ ഇടുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ക്ലാസ് റൂമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മിഠായി കവറുകൾ, പ്ലാസ്റ്റിക് കവർ അജൈവ മാലിന്യം നിക്ഷേപിക്കുന്ന ബോക്സിൽ മാത്രം ഇടുക. ഉപയോഗശൂന്യമായ പേന, പെൻസിൽ, മറ്റു പഠന സാമഗ്രികൾ അവയ്ക്കായി തയ്യാറാക്കിയ പ്രത്യേകം ബോക്സിലിടുക. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ നിയമാവലിയിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് പോസ്റ്റർ രചനയാണ്. പേജ് നമ്പർ 51-ൽ 3 പോസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് വൃത്തിയുള്ള വീട്, അതിന് മനോഹരമായ ചിത്രം തന്നിട്ടുണ്ട്. പിന്നീട് കൈ കോർക്കൂ മാലിന്യമുക്ത കേരളത്തിനായി. ചേർത്ത് കോർത്ത കൈയാണിത്. എന്താവും ഇത് സൂചിപ്പിക്കുക? അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ചെയ്ത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ചെയ്യേണ്ടതാണ്, ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വേസ്റ്റ് ബോക്സും അടുത്തൊരു ചൂലും, അതായത് മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാതെ നമ്മൾ കൃത്യമായി അതാതിൻ്റെ വേസ്റ്റ് ബോക്സുകൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇലകളും പൂമ്പാറ്റകളും, അതായത് മാലിന്യം ഇല്ലാത്ത നാടാണ് പച്ചപ്പുള്ള ചന്തമുള്ള നാട്. മാലിന്യം ഇല്ലെങ്കിൽ മാത്രമേ ഇവയെല്ലാം വരികയുള്ളൂ എന്ന സൂചനയാണ് തരുന്നത്. അപ്പോൾ ഓരോ പോസ്റ്ററിലും 1000 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് തയ്യാറാക്കുക. ഇത് ആഹാരം സംരക്ഷിക്കുക എന്നുള്ള വിഷയമാണ്. ആഹാരം അമൂല്യമാണ്. ഭക്ഷണം പാഴാക്കരുത്, പങ്കുവയ്ക്കുക. വിശന്നിരിക്കുന്നവർ അനേകമുണ്ട്, ഭക്ഷണം ആവശ്യത്തിന് മാത്രമേ എടുക്കുക. ബാക്കിയായ ഭക്ഷണം തള്ളിക്കളയുമ്പോൾ ഓർക്കണം ഇനിയും ഒരുപാട് ജനങ്ങൾ ഭക്ഷിക്കാനുണ്ടെന്ന്. അപ്പോൾ ഇത് വെറുതെ എഴുതിയിട്ടേ ഉള്ളൂ. ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കുക പോസ്റ്റർ. പോസ്റ്റർ ശുചിത്വം. വൃത്തി നമുക്കൊരു ശീലമാക്കാം. ഭൂമിയെ സംരക്ഷിക്കാം, സ്വയം രക്ഷിക്കാം. വ്യക്തി ശുചിത്വം ജീവിതത്തിന്റെ ഭാഗമാക്കൂ. വൃത്തിയുള്ള വീട്, സ്കൂൾ, സമൂഹം എൻ്റെ ഉത്തരവാദിത്തം. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഈ പോസ്റ്ററുകളും മനോഹരമായ ചിത്രങ്ങൾ ആഡ് ചെയ്തിട്ട് അതിനെ വരയ്ക്കുക.